ഒരു വണ്ടി നല്ലൊരു കംപ്ലയിൻറ്റ് കണ്ടുപിടിച്ചിട്ടുണ്ടോ? ഇത് ഒരു 125 വണ്ടിയാണ്. അത് എൻജിൻ പണിത് കഴിഞ്ഞ് 3 പ്രാവശ്യം അഴിക്കേണ്ടി വന്നു. ഡീത്തെ കൊണ്ട് കൊടുത്തപ്പം ആ മെനകേട്ടന്മാർ പറഞ്ഞ് ഒരു കംപ്ലയിൻറ്റ്. അപ്പോൾ അവസാനം അഴിച്ച് അവസാനം കണ്ടുപിടിച്ച് ഇതിൻ്റെ കംപ്ലയിൻറ്റ് ഓച്ചെന്ന് കാണിച്ചു ചേട്ടാ. ഇതായിരുന്നു ഇതിൻ്റെ കംപ്ലയിൻറ്റ്. ഈ ഒച്ചയാണ് വണ്ടി സ്റ്റാർട്ട് ചെയ്ത് 2 പ്രാവശ്യം അഴിച്ച്. അതുകൊണ്ട് ഒരു കാരണവശാലും ആരും ആശാന്മാർ ഈ 125 സിലിണ്ടർ ബോർ ചെയ്ത് അലൂമിനിയാണ്. ഇപ്പം വേറെ വർഷോപ്പുകാരൻ കൂടെ കളിച്ചുകൊണ്ടിരിക്കുകയെന്ന് പറഞ്ഞിട്ട് അതുകൊണ്ട് എല്ലാവരുടെ അറിവിലേക്ക് പറയുകയാണ്, ഒരു കാരണവശാലും 125 സിലിണ്ടർ ബോർ ചെയ്തേക്കരുത്. കിറ്റ് മാറുന്നത് ഏറ്റവും നല്ലത്. ഇപ്പോൾ സ്റ്റാർട്ട് ആശാൻ സ്റ്റാർട്ട് കളിക്കും. ഇപ്പോൾ വണ്ടിക്ക് സൗണ്ടേ ഇല്ല. മറ്റേ ടക്ക് 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 ടക്ക ഒച്ചയായിരുന്നു. അപ്പോൾ എല്ലാവരുടെ അറിവിലേക്ക് ഒരു കാരണവശാലും ഈ അലൂമിനിയം ഇപ്പോൾ വേറെ പള്ളിക്കുളത്തുകാരെ വർഷോപ്പുകാരൻ ഇതുപോലെ ബോർ ചെയ്തിട്ട് കളിച്ചുകൊണ്ടിരിക്കുകയെന്ന് പറഞ്ഞിട്ട് എഴുത്തുകാർ പറഞ്ഞ ഒരു കുഴപ്പമില്ലെന്ന് തോന്നുന്നത്. പിസ്റ്റണിനകത്ത് നല്ല ഇളക്കം നല്ല കാണിച്ചോ കേട്ടോ. നല്ല ഒച്ച കേട്ടോ. അപ്പോൾ നല്ല ഇളക്കം അത് അവർ പറഞ്ഞാൽ കുഴപ്പമില്ലെന്ന് പറഞ്ഞത്. അലൂമിനിയം ബോറിങ് കേട്ടോ. അതുകൊണ്ട് ആ ദൈവത്തെ ഓർത്ത് ആരും 3575 രൂപ കൊടുത്ത് കിറ്റ് മാറിയപ്പോഴാണ് വണ്ടി റെഡിയായത്. ഇവിടെ 3 പ്രാവശ്യം അഴിച്ചെന്ന് ഓർത്തണം. ഹെഡും അത് 2 പ്രാവശ്യം പിടിപ്പിച്ച് അവസാനം കംപ്ലയിൻറ്റ് പിടിപ്പിച്ച്. അപ്പോൾ നമ്മളെ PC കോട്ടയം കേട്ടോ. ഓക്കെ.